ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നാളെ പൂയം നക്ഷത്രമാണ്. നമ്മൾ എല്ലാ മാസവും പൂയം നക്ഷത്രം വരുന്ന ദിവസം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും തുടർച്ചയായി എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കറിയാം. പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ദീപം കൊളുത്താറുണ്ട്. അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൂയം നക്ഷത്രത്തിൽ നമ്മൾ ശ്രീവസ്ത ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. അത് ഞാനൊരു 2 മാസമായിട്ടേ ഉള്ളൂ അപ്ലോഡാക്കിയിട്ട്. അതും ചെയ്ത് ഒരുപാട് നല്ല ഫലം കിട്ടിയവരുണ്ട്. അതേപോലെ നല്ല രീതിയിൽ റെസ്പോണ്ട് കിട്ടിയ ഒന്നായിരുന്നു പൂയം നക്ഷത്രത്തിൽ ഉണ്ടാക്കുന്ന മാജിക് മണി ഓയിൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ദിവസവും, അതായത് നാളെ ചെയ്യാവുന്നതാണ്. നാളത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. കന്നി 1 ഏകാദശിയാണ്, പൂയം നക്ഷത്രമാണ്. ഇത് 3 കൂടിയിട്ട് ഒന്നിച്ച് വന്നിരിക്കുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസം. നാളെ മുതൽ തുടർച്ചയായി 30 ദിവസം, അതായത് ഈ കന്നിമാസം മുഴുവൻ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന ഭഗവാൻ വെങ്കടേശ്വരന് ചൊല്ലേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇട്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ അത് പോയി കാണേണ്ടതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നാളെ പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് രാവിലെ 6:30 കൂടിയിട്ടാണ്. അതായത് ബുധനാഴ്ച രാവിലെ 6:30 കൂടി ആ ഒരു ബുധഹോര സമയത്ത് തന്നെ പൂയം നക്ഷത്രം ആരംഭിക്കുന്നുണ്ട്. ശ്രീവസ്തലക്ഷ്മി പൂജ ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു സമയത്ത് ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ 6:30 വരെയും പൂയം നക്ഷത്രമുണ്ട്. വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും കൂടി ഒന്നിച്ചു വരുന്നതിനെ നമ്മൾ ഗുരു പുഷ്യ യോഗമുള്ള ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. രാവിലെ ആ ഒരു ഗുരുഹോരയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ശ്രീവസ്തലക്ഷ്മി പൂജ ചെയ്യാം. അതായത് നാളെ ഈ പറയുന്ന പൂയം നക്ഷത്ര പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വ്യാഴാഴ്ചയും ബ്രഹ്മമുഹൂർത്തം മുതൽ 6:30 പൂയം നക്ഷത്ര ലക്ഷ്മി പൂജ, വടക്ക് കിഴക്ക് ഭാഗത്ത് കൊളുത്തുന്ന ദീപം ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ മണി മാജിക് ഓയിൽ ഉണ്ടാക്കുന്നവർ അത് ബുധനാഴ്ച തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെപ്പറ്റി, ഇത് നമ്മുടെ വീട്ടിലോട്ട് ധനവരവ് കൂട്ടാനും അതേപോലെ തന്നെ പ്രോസ്പെരിറ്റി ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു പരിഹാരമാണ്. ഇത് നിങ്ങൾ നാളെ ചെയ്യുന്നതാണ് ഉത്തമം. കാരണം ഏകാദശി തിഥിയും ബുധനാഴ്ചയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ടും പൂയം നക്ഷത്രം ഇതിനോട് കൂടി ചേരുമ്പോൾ അതിനൊരു പവർ കൂടുതലായതുകൊണ്ടും ഇത് നാളെ ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് 3 ആലില എടുക്കണം. വെറും 3 ആലില മതി. അത് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആലിലയാണ് നല്ലത്. ശനിയാഴ്ച അല്ലാതെ നമ്മൾ സാധാരണ മരത്തിൽ നിന്ന് ആലില പറിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആലില പറിക്കാൻ പോകുമ്പോൾ ആ ആലിൽ തൊട്ട് ഞാനൊരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല പറിക്കുകയാണ്, ക്ഷമിക്കണം എന്ന് മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വേണം ആ ഒരു ആലില പറിച്ചെടുക്കാൻ. ആലില പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകണം. ആലില കീറിയതോ കുത്തലുകളോ ഒന്നുമുള്ള ആലില ആവരുത്, അതും ശ്രദ്ധിക്കണം. അങ്ങനെ ആലില പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി തുടച്ച് നിങ്ങൾ എപ്പോഴാണോ നാളത്തെ ദിവസം, നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിലും ആലില പറിക്കാവുന്നതാണ്, നാളെ വേണമെങ്കിലും പറിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെപ്പോൾ പറിച്ചാലും നാളെ നിങ്ങൾ ഏത് സമയത്താണോ പൂജ ചെയ്യുന്നത്, രാവിലെയോ വൈകിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ നാളത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ആലിലയിൽ മഞ്ഞൾ കൊണ്ടൊരു സ്വസ്തിക്ക് വരയ്ക്കുക. മഞ്ഞളും റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്യാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ ജലം, വേറെ ഒന്നും വേണ്ട, മഞ്ഞളും റോസ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് സ്വസ്തിക് വരച്ചിട്ട് അതൊരു റെഡ് കളർ ക്ലോത്തിൽ വെച്ച് ഭഗവാന് മുൻപിൽ വെക്കുക. ഭഗവാന് മുൻപിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ജപിച്ചതിന് ശേഷം ആ ഇലയോടുകൂടി ആ തുണി ഒരു കിഴിയായിട്ട് കെട്ടി നിങ്ങൾ പൈസ വെക്കുന്നിടത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. അടുത്ത പൂയം നക്ഷത്രം വരെ നിങ്ങൾക്കതിരിക്കാം. അതായത് ഈ ഒരു കന്നിമാസം
മുഴുവൻ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാവുന്നതാണ്. വളരെ നല്ല ഫലം ഈ ഒരൊറ്റ മാസത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ ഒരു മാസം മാത്രമേ, അതായത് നാളെ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഒരു കോമ്പിനേഷൻ ഒന്നിച്ച് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇത് നാളെ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഇനി നാളത്തെ ദിവസം ചെയ്യണമെന്ന മറ്റൊരു കാര്യം, നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ വലതുവശത്തായിട്ട് നാളെ നിങ്ങളൊരു നെയ് ദീപം കൊളുത്തി വെക്കുക. അത് മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക് എന്തായാലും ഒരൊറ്റ ദീപം മതിയാവും. നമ്മുടെ വലതുവശം ആ ഒരു ഭാഗത്തായിട്ട് വേണം നിങ്ങൾ ദീപം കൊളുത്തി വെക്കാൻ. കൊളുത്തി വെക്കുമ്പം നിങ്ങൾ വാഴയിലേക്ക് മുകളിൽ ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വാഴയില കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റില എടുക്കാവുന്നതാണ്. പക്ഷേ പച്ച കളറിലെ ഒരു ഇലയുടെ പുറത്ത് തന്നെ ഈ ഒരു ദീപം കൊളുത്താൻ ശ്രമിക്കണം. അത് വാഴയിലയാകുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം വെള്ളിയിലെ ഒരു കോയിൻ വാങ്ങിച്ച് വെങ്കടേശ്വര ഭഗവാന് സമർപ്പിച്ചാൽ അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം, കോടീശ്വര യോഗം നമുക്ക് തരുന്നതായിരിക്കും. അതായത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വെള്ളിക്കോയിൻ കിട്ടും. നമ്മൾ സ്വർണ്ണക്കടയിൽ ചെന്ന് തിരക്കിയാൽ മതിയാവും. അത് വളരെ വളരെ ഉത്തമമാണ്. നാളത്തെ ദിവസം വാങ്ങിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. കാരണം നാളെ പൂയം നക്ഷത്രമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ പോയിട്ട് ഒരു ചെറിയ വെള്ളിക്കോയിൻ മേടിക്കുക. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് നാളത്തെ ദിവസം ഇത് വാങ്ങി വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ആ തിരുമേനിയോട് അത് ഭഗവാന്റെ പാദത്തിൽ മുട്ടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അങ്ങനെ തന്നാൽ അതാണ് വളരെ ഐശ്വര്യം. എന്നിട്ടത് നമ്മുടെ വീട്ടിലെ വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോയ്ക്ക് അടുത്തായിട്ട് ഈ ഒരു മാസം മുഴുവൻ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി അങ്ങനെ ക്ഷേത്രത്തിൽ പോയി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പം വാങ്ങിക്കാൻ പറ്റാത്തവർ, ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കന്നിമാസം തീരുന്നതിന് മുൻപ് 2 ഏകാദശി വരും. ശനിയാഴ്ചകളുണ്ട്, തിരുവോണം നക്ഷത്രം, അത്തം നക്ഷത്രം, ഇതൊക്കെ വരുന്ന ഒരു ദിവസം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം, അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. ഈ ഒരു കന്നിമാസം തീരാറാകുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭഗവാന് നമ്മൾ നാണയങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്. ആ നാണയത്തിൻ്റെ കൂടെ ഈ ഒരു വെള്ളി കോയിനും കൂടി ചേർത്ത് കെട്ടി നിങ്ങൾക്ക് പൈസ വെക്കുന്ന ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ്. അത് നമുക്ക് ഒരുപാട് രീതിയിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻസ് വീട്ടിലുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നാളത്തെ ദിവസം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലും പറഞ്ഞിരുന്നു, എങ്കിലും പറയുകയാണ്, ഭഗവാന് തുളസി മാല ചാർത്തണം, അതേപോലെ ഏലക്കാമാല ചാർത്തണം. എന്താണോ ചാർത്താൻ പറ്റുന്നത് അത് ചാർത്തുക. അടുത്തായിട്ടുള്ളത് മാവിളക്ക് കൊളുത്തുന്ന. ഒരുപാട് പേർക്ക് മാവിളക്ക് കൊളുത്തുന്ന സംശയമുണ്ട്. ഞാൻ ഇന്ന് വൈകിട്ട് ഏകാദശി വീഡിയോ ഇടുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് മാവിളക്കുണ്ടാക്കി കൊളുത്തേണ്ടത് എന്ന് കാണിച്ചു തരാം. പിന്നെ നാളത്തെ ദിവസം പൂയം നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നാളെ ചെയ്യാം, ഇല്ലെങ്കിൽ വ്യാഴാഴ്ച, അതായത് ലക്ഷ്മി കുബേര പൂജ. അതേപോലെ തന്നെയുള്ളത് മുരുക ഭഗവാന് നമ്മൾ ഷട്കോണം വരച്ച് ചെയ്യുന്ന പൂജകൾ. ഇതൊക്കെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ലക്ഷ്മി കുബേര പൂജ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ 6:30 ചെയ്യാനായിട്ടാണ്. കാരണം വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഉള്ള ദിവസം നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് വളരെ ഫലം കിട്ടും. ചെയ്യാൻ സമയമില്ലാത്തവർക്ക് നാളെ ബുധനാഴ്ചയും ചെയ്യാവുന്നതാണ്. കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പൂജ ചെയ്യുക വഴി ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.